നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റവും നല്ല പഠനാന്തരീക്ഷത്തിലൂടെ മികച്ച വിദ്യാർത്ഥി തലമുറയെ വാർത്തെടുക്കുന്നതിൽ മികവ് തെളിയിച്ച കുന്നക്കാവ ഹിൽടോപ്പ് പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ അതിവിപുലമായി സംഘടിപ്പിച്ചു. പരിപാടിയിൽ സിനി ആർട്ടിസ്റ്റ് നിയാസ് ബക്കർ മുഖ്യാതിഥിയായി. ഞാനത് ഫ്രീ ആയി വന്നിരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും അവളുടെ ഒരു കാര്യം പറച്ചില്. മുത്തശ്ശ, ഒരു കുട്ടി ഫോണ് കൊടുക്കാത്തതിന് മരിച്ചിരിക്കുക. കുന്നക്കാവ ഹിൽടോപ്പ് പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷമായ ഹിൽസ്റ്റോം 2.0 സാങ്കേതിക മികവും സംഘാടനാ പാടവവും ചേർന്ന് കാണികൾക്ക് വേറിട്ട അനുഭവമായി. KG വിഭാഗം കുട്ടികളുടെ കലാവിരുന്നോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. കല, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ രാത്രി നടന്ന ഉദ്ഘാടന ചടങ്ങ് സിനിമ മിമിക്രി താരവും മറിമായം ഫെയിം ആയ നിയാസ് ബക്കർ നിർവഹിച്ചു. വിദ്യാലയം നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെ അങ്ങോട്ട് പറഞ്ഞുവിടുകയാണ്. നമ്മുടെ മക്കള് ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, അഡ്വക്കേറ്റ് ആവട്ടെ, കലാകാരനാവട്ടെ, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, അവൻ സഹജീവികളോട് നല്ല രീതിയിൽ സഹവർത്തിച്ചു പോകാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അവന്റെ അക്കാദമിക്കലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ പുസ്തക പുഴുക്കളായി വളരുക എന്നുള്ളത് മാത്രമല്ല, അതിലുപരി നമ്മളെ ഒരു നല്ല മനുഷ്യനായിട്ട് വാർത്തെടുക്കുക. ആ രീതിയിൽ നമ്മൾ നടന്നു നോക്കിയാൽ ഹിൽ ടോപ്പ് ഒരു പക്ഷേ സ്കൈ ടോപ്പാണ് എന്ന് പറയുന്നത്. സമൂത് എന്ന പേരിൽ അവതരിപ്പിച്ച തീം സെഗ്മെന്റ് വാർഷികാഘോഷത്തിന്റെ മുഖ്യ ആകർഷണമായി. 2050ഓടെ മനുഷ്യൻ നേരിടാൻ പോകുന്ന പാരിസ്ഥിതിക സാമൂഹിക വെല്ലുവിളികളെ 3.5 മണിക്കൂർ നീണ്ട ദൃശ്യാവിഷ്കാരത്തിലൂടെ വിദ്യാർത്ഥികൾ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. ഭൂമിയെ ഉപഭോഗ വസ്തുവായി അല്ല, മറിച്ച് വരും തലമുറകൾക്കായി സംരക്ഷിക്കേണ്ട പൊതുസ്വത്തായി കാണണമെന്ന ആശയമാണ് തീമിലൂടെ ശക്തമായി മുന്നോട്ട് വെച്ചത്. ഒരുപാട് അച്ചീവ്മെന്റ്സ് ഈ വർഷം നമ്മുടെ കുട്ടികൾ നേടിക്കഴിഞ്ഞതാണ്. And I wish to thank all my dear students who performed here on the stage until now in a very mesmerizing way. Congratulations to the students and the teachers who trained them so perfectly. എല്ലാ തലങ്ങളിലും അക്കാഡമിക് രംഗത്തും സ്പോർട്സിലും കലയിലും അതുപോലെ തന്നെ കുട്ടികളുടെ മറ്റ് മാർഷൽ ആർട്സിലും എല്ലാ തലങ്ങളിലുമുള്ള മികച്ച മുന്നേറ്റം കൈവരിക്കുവാൻ സ്കൂളിന് സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനത്തോടുകൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഹിൽ ടോപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഹിൽ ടോപ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തിനും പോകുന്ന കുട്ടികളാവണം, ഒന്നിനും കൊള്ളാത്ത ഒന്നും ഇവിടെ ഉണ്ടാവരുത് എന്ന നിർബന്ധം നമുക്കുള്ളത് കൊണ്ട് തന്നെ ഓരോ കുട്ടികളുടെയും കഴിവുകളെ കണ്ടെത്തി ആ കഴിവിലേക്ക് അവർക്ക് ആവശ്യമായ പരിശീലനം നൽകി, ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് പോലും അറിയാത്ത കഴിവുകൾ സ്കൂൾ കണ്ടെത്തിക്കൊണ്ട് ആ കുട്ടികൾ അതാത് മേഖലകളിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലമായ ഒരു ആഘോഷമല്ല, ഒരു മികവിന്റെ ഉത്സവം കൂടിയായിട്ടാണ് ഈ വാർഷികാഘോഷം നമ്മൾ സംഘടിപ്പിക്കുന്നത്. നാടകം, നൃത്തം, സംഗീതം, കവിതാവിഷ്കാരം, സംഗീത ശില്പങ്ങൾ, മൈം, പ്രസംഗം എന്നിവ ഉൾപ്പെട്ട വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. കലാകായിക രംഗങ്ങളിലും വിവിധ മത്സര പരീക്ഷകളിലും സ്കൂളിന്റെ യശസ്സുയർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മുഖ്യാതിഥിയായ നിയാസ് ബക്കറിനുള്ള സ്നേഹോപഹാരം സ്കൂൾ ചെയർമാൻ പി ഫൈസൽ അലിയും കുന്നക്കാവ മഹല്ല് ഖത്തീബ് സാജിദ് പറപ്പൂരും ചേർന്ന് സമർപ്പിച്ചു. നിർധന രോഗികളെ സഹായിക്കുന്നതിനുള്ള മാധ്യമം ഹെൽത്ത് കെയർ പദ്ധതിക്കായി വിദ്യാർത്ഥികൾ സമാഹരിച്ച 1.5 ലക്ഷം രൂപയുടെ ധനസഹായം മാധ്യമം സർക്കുലേഷൻ മാനേജർ KV അബ്ദുൽ ഗഫൂറിന് കൈമാറി. സ്കൂൾ ചെയർമാൻ പി ഫൈസൽ അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ റാഫത്ത് മുഹമ്മദ്, കുന്നക്കാവ ഒരുമ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK ശങ്കരൻ, കുന്നക്കാവ മഹല്ല് ഇമാം പി സൈനുദ്ദീൻ മൌലവി, സ്കൂൾ അക്കാദമിക് അഡ്വൈസറി ബോർഡ് ചെയർമാൻ PAM അബ്ദുൽ ഖാദർ, PTA പ്രസിഡന്റ് ഡോക്ടർ സദഫ് ജാഫ്രി, സ്കൂൾ മാനേജ്മെന്റ് അഡ്വൈസറി അംഗം സമദ് കുന്നക്കാവ,
കുന്നക്കാവ് മഹല്ല് പ്രസിഡന്റ് വി ഉസ്മാൻ, സ്കൂൾ വൈസ് ചെയർമാൻ എം അബ്ദുൽ ഖബീർ റിഫായി, സ്കൂൾ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ മാസ്റ്റർ, ട്രഷറർ ഡോക്ടർ നിഷാദ്, വി ടി അനസ്, കെ മമ്മു, കുന്നക്കാവ് മഹല്ല് ഖത്തീബ് സാജിദ് പറപ്പൂർ, വാർഡ് മെമ്പർ ടി അസൈൻ, മുൻ മെമ്പർ സൽമ കുന്നക്കാവ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും സംബന്ധിച്ചു. വാർഷികാഘോഷത്തിന്റെ ജനറൽ കൺവീനറായി ടി ഷറഫുദ്ദീൻ, പ്രോഗ്രാം ഡയറക്ടറായി ഷെൽന വിജയ്, അഡ്മിനിസ്ട്രേറ്റർ അദ്ഹർ, അധ്യാപകരായ സൂര്യമോൾ, ലീന ഹാൻസ്, സൂര്യ ബിനീഷ്, അനിത, ഷമീർ, ശ്രീജിത്ത് എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്.